ബിന്ദു ചോദിച്ച് മെത്തയ്ക്ക് ഒന്നും പറ്റിയില്ലേന്ന് ചോദിച്ചതാ. മെത്തയ്ക്ക് സംഭവിക്കേണ്ട ഒരു ഇട്ടിട്ടുണ്ട്. അതിൽ കിടന്ന പഞ്ഞി എത്ര അവൻ നുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ മെത്തയിൽ എന്താണെന്ന് ടാനി ചോദിച്ചത്. മെത്തയിൽ പഞ്ഞി ഉണ്ടെന്ന് കാണിച്ചു തരാനാണ് ഗുണ്ടു ഇത്രയും കഷ്ടപ്പെട്ട് മെത്ത പൊളിച്ചത്. ഇതാ കണ്ടല്ലോ, പഞ്ഞി ഇപ്പം വീട്ടിൽ ഫുള്ള് ഉണ്ട്. ഈ ഈ ഈ ഈ ചൊക്ക ചെയ്യണത് ഇവനെ. ഇനി ഇത് തച്ചില്ലെങ്കിൽ വീണ്ടും അവയെല്ലാം പറിച്ചെടുക്കും. ായി കൈപ്പറ്റ് ചിഹ്നത്തിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും മത്സരിക്കുകയാണ് നമുക്കേവർക്കും പ്രിയങ്കരിയായ അനുസജിത റസിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ോടുകൂടി പഞ്ഞി വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് തപ്പലാണ് ഇപ്പം ഇവൻ്റെ ജോലി. തട്ടിൽ നിന്ന് നേരെ എടുത്ത് താഴെ ഇടാക്കാം. അവനടി കൊടുക്കണോ വേണ്ടേ? പറയൂ, നിങ്ങൾ പറഞ്ഞ ഒരടി കൊടുക്കാം. എടുത്തോണ്ട് വേടാ തിരിച്ചേ. ഇങ്ങനെ ചെയ്യുവോ? ഇതാ ചെയ്യുവോ? എടുത്ത് പോയി തിരിച്ചു പോയി എഴി. അവൻ കടിച്ച് വലിച്ച്. ഇനി തൊടുവാടാ, ഇനി തൊടുവാടാ, ഇനി തൊടുവാടാ. അടി നല്ല 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 ഇങ്ങനെ ഇങ്ങനെ നല്ല അടി തരും ഞാൻ. ഇനി തൊടുവോ? ഭയങ്കര പേടിയാണ് കേട്ടോ. അടിച്ചു കഴിഞ്ഞാൽ അത് ഇവന് പേടിയില്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാക്കുകൊണ്ട് പേടിപ്പിച്ച് നോക്കുന്നത്. കിടക്കടാ, കിടന്നോ, കൂടെ നോക്കണ്ട. ഇനി ഇവിടെ കടിക്കണ ഞാൻ കാണട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഇത് 1-2 ദിവസം കൊണ്ട് എടുത്തു വെച്ച വീഡിയോ ആണ്. ഇതാണ് എനിക്ക് വലിയ മടിയായിരുന്നു ഇങ്ങനെ തൊലച്ചൊന്ന് കാണിക്കാനായിട്ട്. എന്തായാലും ഇനി നിങ്ങളിത് അറിയാതെ പോകരുത്. ഇതെല്ലാം തൊലച്ചു. പക്ഷെ ഞാൻ വീണ്ടും തച്ചു. പഞ്ഞിയൊക്കെ കുറേയൊക്കെ അതിനകത്ത് വെച്ചിട്ട് വീണ്ടും തച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ കോണലൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി തൊലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. കിടക്കട്ടെ, ഉറങ്ങിക്കോ.